മിസ്റ്റർ ബീസ്റ്റ് കാലെടുത്തു വെച്ചത് ഒരു നാശത്തിലേക്കാണോ? ചരിത്രത്തിലെ ഏറ്റവും വലിയ ചാരിറ്റബിൾ ലൈവ് സ്ട്രീം നടക്കുന്നിടയിൽ മിസ്റ്റർ ബീസ്റ്റിന്റെ കയ്യിൽ നിന്ന് പറ്റിയൊരു പ്രശ്നം കാരണം ഇന്ന് ലോകം മൊത്തം അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ പറയുന്നത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഇത് അറിയാതെ പറ്റിയതാണെന്ന്, പക്ഷെ ചിലർ പറയുന്നത് ഇത് ഇന്റൻഷനലി അദ്ദേഹം ചെയ്ത സംഭവമാണെന്ന്. അപ്പോ ശരിക്കും അവിടെ എന്താണ് സംഭവിച്ചത്? ഇത്രത്തോളം ആൾക്കാർ ഇതിനെ ഹേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? സോ ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ. ഓഗസ്റ്റ് 14, 2025 എക്സ്ക്യൂസി 18 റൂസ് എന്നിങ്ങനെയുള്ള 3 സ്ട്രീമേഴ്സ് ചേർന്നുകൊണ്ട് കിക്കിൽ ഒരു ലൈവ് സ്ട്രീം ചെയ്യുകയായിരുന്നു. ഇവർ 3 പേരും യൂട്യൂബിൽ എത്രത്തോളം പോപ്പുലർ ആണെന്ന് ഞാൻ പറഞ്ഞറിയിക്കണ്ടല്ലോ നിങ്ങളെ. അപ്പൊ ഈ ഒരു ലൈവ് സ്ട്രീമിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഫ്രഷ് വാട്ടർ എത്തിക്കുക എന്നായിരുന്നു. അതിനായിട്ട് ഫണ്ട് റേസ് ചെയ്തുകൊണ്ടായിരുന്നു ഈ ഒരു ലൈവ് സ്ട്രീം ചെയ്തിരുന്നത്. ഈ ലൈവ് സ്ട്രീമിന്റെ അവസാനം എല്ലാ ഗിന്നസ് റെക്കോർഡും തകർത്തുകൊണ്ട് 12 മില്യൺ ആണ് ഒരു രാത്രി കൊണ്ട് മാത്രം കളക്ട് ചെയ്തത്. ഈ ഒരു സംഭവം പല ന്യൂസ് പേപ്പറുകളുടെയും തലക്കെട്ടായി തന്നെ മാറി. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇവിടെ എന്താണ് പ്രശ്നം പറ്റിയത് എന്ന്. ഈ ഒരു ലൈവ് സ്ട്രീമിന്റെ ഇടയിൽ എക്സ്ക്യൂസി എന്ന് പറയുന്ന സ്ട്രീമർ ഏകദേശം നല്ല രീതിയിൽ തന്നെ ഫണ്ട് വരുന്നതുകൊണ്ട് ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി ഫ്രീ പലസ്തീൻ എന്ന് പറയുകയാണ്. Free Palestine. What'd you say? Free Palestine. Add so Linda Yell. Lindlau. Linda Yell. Lindlau. Free Palestine. അതേസമയം 18 റോസ് അത് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും ആദ്യം ഒന്നും പറഞ്ഞില്ല. പിന്നെ ഫ്രീ പലസ്തീൻ ആണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അദ്ദേഹം അത് റിപ്പീറ്റ് ചെയ്തു. പക്ഷേ മിസ്റ്റർ ബീസ്റ്റ് ഇത് 2 തവണ കേട്ടിട്ടും ഇത് തിരിച്ചു പറയുകയോ അല്ലെങ്കിൽ ഇതിന് മൈൻഡ് പോലും ചെയ്തില്ല. ഈ ഒരു ചെറിയ മൂവ്മെന്റ് ആണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കമായിട്ട് വരുന്നത്. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ പലരും കമന്റ് ചെയ്യുകയാണ് എന്തുകൊണ്ട് മിസ്റ്റർ ബീസ്റ്റ് ഇത് പറയുന്നില്ല എന്ന്. പക്ഷെ ആ കമന്റുകളെ എല്ലാം ഇദ്ദേഹം അവോയ്ഡ് ചെയ്യുകയാണ്. പക്ഷെ ചിലർ പറഞ്ഞു അത് ആ ലൈവ് സ്ട്രീമിന്റെ ന്യൂട്രാലിറ്റി നിലനിർത്താൻ വേണ്ടിയാണെന്ന്. പക്ഷെ ഇവിടെയാണ് ആ കുഴപ്പിക്കുന്ന ചോദ്യം വരുന്നത്. മിസ്റ്റർ ബീസ്റ്റിന്റെ പല വീഡിയോകളിലെ ടോപ്പിക് പോലും ഞാൻ 100 വീട് വെച്ചുകൊണ്ട് അത് പാവപ്പെട്ടവർക്ക് കൊടുത്തു. ചെവി കേൾക്കാത്ത കുറെ ആളുകൾക്ക് ആദ്യമായിട്ട് ചെവി കേൾക്കാൻ ഞാൻ കാരണം സാധിച്ചു. അങ്ങനെ തന്റെ ഉള്ളിലുള്ള ഹ്യൂമാനിറ്റിയെ പുറത്തു കാണിക്കുന്ന വീഡിയോസ് ആയിരുന്നു മിസ്റ്റർ ബീസ്റ്റ് കൂടുതലും ചെയ്യുന്നത്. സോ അതെല്ലാം നല്ലതാണ്. പക്ഷേ അതേസമയം ഈ ഒരു ഭാഗത്ത് ഗസയിൽ നടക്കുന്നത് ഒരു ജനോസൈഡ് ആണ്. കുട്ടികള്, മുതിർന്നവര്, സ്ത്രീകള് എന്നീ തുടങ്ങി ഒട്ടുമിക്ക ആളുകൾക്കും അവിടെ ഭക്ഷണം പോലും മര്യാദയ്ക്ക് കിട്ടുന്നില്ല. അതേസമയം ഇസ്രായേൽ ഇൻവേഷനും അവിടെ കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കാരണം അവിടെയുള്ള ആളുകൾ മരിച്ചു വീണുകൊണ്ടേയിരിക്കുകയാണ്. 60,000-ത്തിലധികം ആളുകളാണ് ഈ ഒരു സമയം കൊണ്ട് അവിടെ മരിച്ചു വീണിട്ടുള്ളത്. സോ ഈ ഒരു വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഒബ്വിയസ്ലി എനിക്കറിയാം കുറെ ആളുകൾ തെറി വിളിക്കാനായിട്ട് വരുന്നുണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ളത് ഈ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് ഹമാസിനെ അല്ല, അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളെയാണ്. പിന്നെ ഇതൊന്നും ഞാൻ ചോദിച്ച ചോദ്യങ്ങളുമല്ല, ഇതെല്ലാം ഇന്റർനെറ്റിൽ നിന്ന് ചില ആളുകൾ ചോദിച്ച ചോദ്യങ്ങളാണ്. ഈ ഒരു ടൈം കൊണ്ട് തന്നെ യൂട്യൂബിൽ പല ആളുകളും ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അതെല്ലാം നിങ്ങൾ എടുത്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ എന്ത് തന്നെയായാലും ആ ലൈവ് സ്ട്രീം ഒരു വിജയമായിരുന്നു. പലരും വിചാരിച്ചതിനേക്കാൾ ഇരട്ടി സംഖ്യയായിരുന്നു ആ ഒരു ലൈവ് സ്ട്രീമിലൂടെ പിരിച്ചു കിട്ടിയത്. അപ്പോൾ ഇതാണ് ആ മിസ്റ്റർ ബീസ്റ്റിന്റെ കോൺട്രവേഴ്സി. ഇനി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അദ്ദേഹം ചെയ്തത് ശരിയാണോ തെറ്റാണോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമന്റ് ചെയ്യാം. പിന്നെ ഇപ്പോഴും ഈ കോൺട്രവേഴ്സി അറിയാത്ത പലരും ഉണ്ടാവും. അവർക്കെല്ലാം ഇതൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്തേക്ക്.